അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഹസരി ഉസ്താദ്, കോളേജ് യൂണിയൻ ഡയറക്ടർ ജാബിർ ഹുദവി. മറ്റ് ഏകദേശം 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഹമാർത്തിയ ആർട്സ് ഫെസ്റ്റ് 2026 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ടീമിൽ അധിഷ്ഠിതമായി സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥി റഷീദ് ഹുദവി ഏലംകുളം. അദ്ദേഹം ദാറുൽ ഹുദയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയൻസിന്റെ HOD ആണ്. അപ്പോ ഇത്തരത്തിലുള്ള ഫെസ്റ്റുകളും അവസരങ്ങളുമാണ് ഇന്ന് ഉയർന്നു വരുന്നിട്ടുള്ള ആളുകളെയും വാഗ്മികളെയും വാർത്തെടുത്തിട്ടുള്ളത്, രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിൽ ലഭിക്കുന്ന അവസരങ്ങളും മറ്റ് പരിപാടികളും എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ചെത്തിയ റഷീദ് ഹുദവി ഏലംകുളം ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വേദിയിലിരിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഫൈസൽ വാഫി ഉസ്താദിനെയും ജാബിർ ഹുദവി ഉസ്താദിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളെയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ കാലത്തിന്റെ ആശയാദർശങ്ങളോട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മൂല്യങ്ങളെ കളങ്കപ്പെടുത്താതെ സംവദിക്കുന്ന നിറസാന്നിധ്യം ദാറുൽ ഹുദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റഡി ഓഫ് റിലീജിയൻ HOD ഉസ്താദ് റഷീദ് ഹുദവി ഏലംകുളം സദസ്സിനോട് സംവദിക്കുന്നു. ഉസ്താദിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കാണുന്നുണ്ടോ? പക്ഷെ എനിക്ക് നിങ്ങളെ കാണില്ല. ലൈറ്റ് ഒരു ലേശം കുറച്ചല്ല, ലൈറ്റ് കുറക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? ഫ്രെയിം ക്ലിയർ ആവൂല അല്ലേ? എന്നായിക്കോട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. പ്രിയമുള്ളവരെ, നിങ്ങൾ ആർട്സ് ഫെസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യവും നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയുടെ പ്രാധാന്യവും നമ്മുടെ ഭാവി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചുള്ള ചിന്തകളുമൊക്കെ പറയാനും ആലോചിക്കാനുമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ഡിഗ്രി ലെവലിലുള്ളവരൊന്ന് കൈവക്കോ? മാഷാ അല്ലാഹ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, തുടങ്ങുന്നതിനുള്ള റിക്വസ്റ്റ് ഉള്ളത്, അത്യാവശ്യമില്ലാത്ത വളണ്ടിയേഴ്സ് ഒക്കെ ഇവിടെ ഇരുന്നാൽ സന്തോഷമാവുമായിരുന്നു. പിന്നെ ആവശ്യത്തിന് റീൽസിനുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി ഇരുന്നാൽ അൽഹംദുലില്ലാഹ് സന്തോഷാവും. ഇപ്പൊ വലിയ നിർബന്ധമില്ലാത്ത വളണ്ടിയേഴ്സ് സദസ്സിൽ തന്നെ വന്നിരുന്നാൽ റാഹത്താവുമായിരുന്നു. സംഘാടകരെ അത് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കാം. അപ്പൊ നമ്മളിന്ന് ഒരു വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആശങ്കകൾ ഉണ്ടാവും. ഏത് വിഷയം പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ സെറ്റിലാവണം, എപ്പോ സെറ്റിലാവണം, അങ്ങനെയുള്ള കുറെ സംശയങ്ങളും ചിന്തകളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രായത്ത് ഞങ്ങൾക്കൊക്കെ അതുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വണ്ടി ഓടി കൈ കാണിച്ചിട്ട് നിർത്തി. അപ്പൊ ദാറുദയിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്.
അപ്പൊ ഞാൻ അവൻ എന്നെ മനസ്സിലായി എന്ന് കരുതി സംസാരം തുടങ്ങി. ഒന്ന് രണ്ട് സംസാരത്തിൽ നിന്ന് അവനെ മനസ്സിലായില്ല തോന്നി. അപ്പൊ ഞാൻ ഉസ്താദ് എവിടെ പഠിക്കണമെന്നൊക്കെ ചോദിച്ച്, അപ്പോൾ അങ്ങനെ വിശദീകരിക്കൽ തുടങ്ങി, കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അടിച്ചു പൊളിക്കൽ? അല്ല, ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സംഭവം എന്താ വെച്ചാല്, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇവിടുന്ന് ഇറങ്ങിയിട്ടൊന്ന് അടിച്ചു പൊളിക്കണം എന്ന് നമുക്ക് തോന്നും. അത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് മാത്രമല്ല, ഇവിടുന്ന് ലീവിനൊക്കെ പോകുമ്പോഴും ഇവിടെ ചെയ്യാൻ പറ്റാത്തതൊക്കെ നാട്ടിൽ നിന്ന് ചെയ്യാൻ തോന്നും. ഇവിടെ കറക്റ്റ് നിസ്കരിക്കാന്നുണ്ടെങ്കിൽ നിസ്കരിക്കാതിരിക്കാൻ തോന്നും. ഇവിടെ കറക്റ്റ് ഹദ്ദാദ് ഇല്ലെന്നുണ്ടെങ്കിൽ ഹദ്ദാദ് ചെല്ലാതിരിക്കാൻ തോന്നും. തോന്നാറില്ലേ? നമുക്കൊക്കെ തോന്നി നിങ്ങളെ പ്രായത്ത്. അപ്പൊ ഞാൻ അതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം, എൻ്റെ അനുഭവത്തെ മുൻനിർത്തി പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഇതേപോലെ 12 വർഷം ദാറുൽ ഹുദ കോഴ്സ് പൂർത്തിയാക്കിയതാ, ഹുദവിയായതാ. അത് കഴിഞ്ഞപ്പോ 12 വർഷമായി. അതിനുശേഷം ഞാൻ മലേഷ്യയിൽ 2.5 വർഷം മാസ്റ്റേഴ്സിന് പോയി. അപ്പൊ നമ്മുടെ നാട്ടിലും മലേഷ്യയിലുള്ള ഒരു വ്യത്യാസം, ജോഗ്രഫിക്കലി അതുപോലെ ഡെവലപ്മെന്റ്, അതൊക്കെ വേറെ വ്യത്യാസങ്ങളുണ്ട്. നല്ല ഗൾഫിലെ റോഡുകളും നമ്മുടെ നാട്ടിലെ പച്ചപ്പും ചേർന്ന മനോഹരമായൊരു നാടാണ് മലേഷ്യ. അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ നമ്മള് ഇവിടെ ഹോസ്റ്റലിലാവുമ്പോ ബെല്ലടിക്കുന്നതിനനുസരിച്ചല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ? വിശന്നാലും ഇല്ലെങ്കിലും ബെല്ലടിച്ചാൽ ഫുഡ് കഴിക്കും, ബെല്ലടിച്ചാൽ പള്ളിയിൽ പോവും, ബെല്ലടിച്ചാൽ എണീക്കും, ബെല്ലടിച്ചാൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഉസ്താമാര് വാതിൽ മുട്ടിയാൽ എണീക്കും. അങ്ങനെയൊക്കെയാണല്ലോ. ഒരു ഒരു പുള്ളൊക്കെ ഉണ്ടാവും നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ഞാൻ അവിടെ പോയപ്പോ എനിക്കൊരു അപ്പൂപ്പൻ താടി ഫീലായിരുന്നു. എവിടുക്കാ പോയത്, എവിടുന്നാ വന്നത്, എന്താ കഴിച്ചത്, എപ്പോഴാ എണീറ്റത്, എപ്പോഴാ ഉറങ്ങിയത്, ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല. എത്രത്തോളം എന്ന് വെച്ചാല് അവിടെ അങ്ങനെ അവിടെ നമ്മളെ ഹോസ്റ്റലുകളുണ്ട്, സ്വഹാബിമാരെ പേരിലുള്ള ഹോസ്റ്റലുകളാണ്, അത് വലിയ ക്യാമ്പസാണ്. അപ്പൊ മഹല്ല അലി, മഹല്ല സുബൈർ, മഹല്ല സിദ്ദീഖ് എന്നൊക്കെ പറഞ്ഞിട്ടേ സ്വഹാബിമാരെ പേരുള്ള, പിന്നെ സിന്തറ്റിക് ട്രാക്കും സ്വിമ്മിംഗ് പൂളും ജിംനേഷ്യം ഒക്കെ ഉള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. അതിന് ഹസരത്ത് ഹംസ സ്റ്റേഡിയം എന്നാണ് അതിന്റെ പേര്, ഹംസ റളിയല്ലാഹുവിന്റെ പേരിലുള്ള. ഏതായാലും ഇവിടെ ചെന്നപ്പോ അവിടെ ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ഹാൾ പോലെയൊന്നും അല്ല. ഓരോ ഹോസ്റ്റലിനും ഓരോ ഡൈനിങ് ഹാൾ ഉണ്ടാവും. ഒരു ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ചെന്നാൽ ഇവിടെ മലേഷ്യൻ ഫുഡ്, അപ്പുറത്ത് ഈജിപ്ഷ്യൻ ഫുഡ്, അപ്പുറത്ത് യമനി ഫുഡ്, അപ്പുറത്ത് ചൈനീസ് ഫുഡ്, അപ്പുറത്ത് മൊറോക്കൻ ഫുഡ്, ഇങ്ങനെ ഓരോന്നിനും ഓരോ കൗണ്ടറാണ്. ഈ കൗണ്ടറിൽ നമ്മൾ ചെല്ലും, ഇഷ്ടമുള്ളത് എടുക്കും, കഴിക്കും. ഒരു മൊറോക്കൻ ഫത്ത എന്ന് പറഞ്ഞൊരു ഒരു വിഭവമുണ്ട്, ഇപ്പോഴും അതിന്റെ രുചിന്റെ വായിലുണ്ട്. അതുപോലെ അവരെ അത് ബീഫിന്റെ, അവരെ ചിക്കന്റെ ഒരു വിഭവമുണ്ട് ഒക്ദ എന്ന് പറഞ്ഞിട്ട്, അതും ഇപ്പോഴും എന്റെ നാവിൻ തുമ്പത്തുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, ഇഷ്ടമുള്ളത് കഴിക്കാം. ദാറുൽ ഹുദയാണ് എന്നെ സ്പോൺസർ ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ചെല്ലുമ്പോ, നാസ്തന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോ, ഒരു മലേഷ്യക്കാരുടെ ഒരു ബീഫ് ബർഗർ ഉണ്ട്. ഞാനത് കഴിക്കും, കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പോവും, ഉച്ചക്ക് വരും. ഉച്ചക്ക് വരുമ്പോ ഞാനിങ്ങനെ ഒരു മലേഷ്യൻ മീൻകറിയും ചോറൊക്കെ തിന്നാൻ നേരത്തെ ഇങ്ങനെ പോകുമ്പോ ഈ ബർഗർ ഇന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. വീണ്ടും ഞാൻ ഉച്ചക്ക് അത് കഴിക്കും. വൈകുന്നേരം ചായ കുടിക്കാൻ പോകുമ്പോഴും ഇതേപോലെ ഈ ബർഗർ ഇന്നെ നോക്കി ചിരിക്കും, അപ്പോഴും ഞാൻ അത് കഴിക്കും. രാത്രി ഞാൻ അത് വേണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോകുമ്പോഴും ദൂരം നിന്ന് ഈ ബർഗർ കാണുമ്പോൾ ഞാൻ അത് പോയി കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസം 4 ബർഗർ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഹെൽത്തി ആണോ? ഒരിക്കലും ഹെൽത്തി അല്ല. പക്ഷെ മോനെ, എന്തിനാടാ ഒരു ദിവസം 4 ബർഗർ കഴിക്കണമെന്ന് എന്നോട് ചോദിക്കാൻ ആളില്ല, കഴിക്കണ്ടെന്ന് പറയാൻ ആളില്ല. എന്താണ് കഴിച്ചത്, എത്രയാണ് കഴിച്ചത്, എപ്പോഴാ എണീറ്റത്, എപ്പോഴാ ഉറങ്ങിയത്, ഒന്നും ചോദിക്കാൻ ആളില്ല. ഇവിടെ പോയി ഈ ഒരു അവസരത്തിൽ നമ്മൾ എങ്ങനെ നമ്മളെ ഡിസിപ്ലിൻ ശീലിപ്പിക്കുന്നോ അതാണ് നമ്മളെ പവർ. ഹദ്ദാദ് വേറെ ലെവലായിരിക്കും. കാരണം എന്നോട് ആരും ഹദ്ദാദ് എല്ലാം പറയണില്ല. അപ്പൊ ഞാൻ എൻ്റെ അനുഭവം മുൻനിർത്തി പറയണം. ഞാൻ അവിടെ അനുഭവിച്ച സ്വാതന്ത്ര്യം നിങ്ങളും ഞാനൊക്കെ ഹോസ്റ്റൽ ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാരതന്ത്ര്യത്തെക്കാൾ എത്രയോ ഭാരമുള്ളതായിരുന്നു.
നിങ്ങളിപ്പോ ഒരു കൺട്രോൾഡ് ആയ ഒരു അവസ്ഥയിലല്ല നിങ്ങളൊക്കെ ഉള്ളത്. നമ്മളും അങ്ങനെ ആയിരുന്നു നിങ്ങളെ പ്രായത്തിൽ. ഈ കൺട്രോൾ കൊണ്ട് നമുക്ക് വരുന്നൊരു ഇറിറ്റേഷൻ ഉണ്ട്. ഇത് നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഒരു ഇറിറ്റേഷൻ നമുക്ക് വലിയ പ്രശ്നമായി തോന്നിയിരുന്നു. പക്ഷെ നമ്മളൊരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് പോയപ്പോ ദർ ഇസ് നോ പുഷിംഗ് ഫാക്ടർ, ദർ ഇസ് നോ പുള്ളിംഗ് ഫാക്ടർ. ആരും ഒന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്നപ്പോ ഇതിനേക്കാൾ ഭാരം നമുക്ക് അനുഭവപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലും അതാണ് വരാൻ പോകുന്നത്. ഒരുപാട് സ്വാതന്ത്ര്യം. നിങ്ങളത് എങ്ങനെ ഡീൽ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ വ്യക്തിത്വം. നിങ്ങൾ കുറെ പരസ്യവാചകമൊക്കെ കാണും, 20 വയസ്സിൽ ലൈഫ് സെറ്റ് എന്നാണ് ആ ചെല്ലിങ്ങള്. 1000 ഉറുപ്പ്യ കിട്ടിയാൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയാത്ത ആള് പറയും എനിക്കൊരു 1 കോടി കിട്ടിയാൽ മതി, എന്റെ എല്ലാ പ്രശ്നവും തീരുന്നു പറയും. അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരെ കേട്ടിട്ടുണ്ട്. 100 ഉറുപ്പ്യ കിട്ടിയാൽ, 1000 കയ്യിൽ കിട്ടിയാൽ 100 200 സേവ് ചെയ്യാന്, 100 ഓന്റെ മറ്റു ആവശ്യങ്ങൾക്ക്, 100 പെരയി കൊടുക്കാന്, അങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യാത്ത ആൾ, അയാൾക്ക് ഒരിക്കലും 1 കോടി കിട്ടിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പൈസ പോണ വഴി തന്നെ കാണൂല. ഇറ്റ്സ് ഓൾ അബൌട്ട് മാനേജ്മെന്റ്. നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. എവിടെ എത്താൻ കഴിയില്ല, നിങ്ങൾ എഴുതി വെച്ചോളി. ഡിസിപ്ലിൻ വേണം, ജീവിതം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിലപ്പോ നിങ്ങൾ വൈറലാവുമ്പോ എല്ലാവരും നിങ്ങൾ അറിയും എത്ര ആൾക്കാർ വൈറലായിക്കണ്. ഇപ്പൊ ഓരെ കുറിച്ച് വല്ല അഡ്രസ്സും ഉണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ആർട്സ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണണം. ഞാനൊരിക്കൽ കുട്ടിനോട് ചോദിച്ചു എന്റെ ഡ്രീം എന്താ? അപ്പോ അത് SSLC കഴിഞ്ഞാല് ഗൂഗിൾ മാപ്പ് വായിച്ചാന്ന് പറഞ്ഞാല് ഒരു മുറി ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് പോയിക്കൂടെ? എടാ, കുളുമണാലി പോകുന്ന വഴിയിൽ ഒരു പാലം തകർന്നു വീണു, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് വന്ന് ഒരു മല ഇടിഞ്ഞു വീണുണ്ട്. വലിയ കാര്യങ്ങൾ സ്വപ്നം കാണണം. ആകാശത്തേക്ക് നോക്കണം, എന്നാലല്ലേ പെരപ്പുറത്തെങ്കിലും എത്തുള്ളൂ. നമ്മൾ ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മുടെ മതം കൃത്യമായിട്ട് അതിന് കാര്യങ്ങള്, അതിന്റെ ശീലങ്ങള്, അതിന്റെ മൂല്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തോന്നും മതം മാത്രമാണ് നമ്മൾ നിയന്ത്രിക്കണമെന്ന്. ഒരിക്കലല്ല. ലോകം മൊത്തം പലരും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ഡിജിറ്റൽ അൽഗോരിതം നിങ്ങൾ നിയന്ത്രിക്കണില്ലേ? നിങ്ങളെ ഡിസിഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യണില്ലേ? മോന് പേരെന്താ? ഉറക്കെ പറഞ്ഞു. മിൻഹാജ്. കന്നഡ. മോന്റെ പേരെന്താ? അമീറുൽ ഹസൻ, അബുൽ ഹസൻ. മിൻഹാജ് ഇൻസ്റ്റഗ്രാം തുറന്നു. മിൻഹാജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു. ഇപ്പുറത്ത് അബുൽ ഹസൻ ഇൻസ്റ്റഗ്രാം തുറന്നു സ്ക്രോൾ ചെയ്തു. രണ്ടാക്കും കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആരുടെ കയ്യിലുണ്ട്? ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതത്തിന്റെ കയ്യിലുണ്ട്. അതേപോലെ അബുൽ ഹസനോട്, അതേപോലെ നിങ്ങളതൊക്കെ ഉണ്ട്, ഇന്റതൊക്കെ ഉണ്ട്. നമ്മൾ യൂട്യൂബ് കയറിയാൽ എന്താണ് നമ്മൾ ഇത്ര കാലം കണ്ടത്? എന്ത് കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്? എന്ത് കാണുമ്പോഴാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് എന്ന് പറഞ്ഞ് വിടുന്നത്? ഇതിന്റെ മുഴുവൻ ഡാറ്റയും അൽഗോരിതത്തിന്റെ കയ്യിലാണ്. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ വലിയ സ്വാതന്ത്ര്യത്തിന്റെ മറ്റേ ലോകത്താണ്. ഒരിക്കലുമല്ല. നമ്മെ ഫീഡ് ചെയ്യാൻ, ഫീഡ് എന്താ? കാലിത്തീറ്റക്ക് ഫീഡ് എന്ന് പറയില്ലേ? ഫീഡ് ചെയ്യാ, തിന്നതല്ല അതിലൂടെ വരിക. നമ്മെ സുഖിപ്പിക്കുന്നതാണ് അതിലൂടെ വരിക. ഞാൻ വിശദീകരിക്കാം. അവനൊരു മെസ്സിന്റെ ഒരു 10 വീഡിയോ വന്നു. പിന്നെ അവന് കോമഡി അല്ല ഇഷ്ടം. അപ്പൊ ഇനി ഏതാ ബാണ്ടിക്കാട് കുഞ്ഞാനോ ഏതാച്ചാ അതും കുറെ വന്നു. ഒരു 20 വീഡിയോ കണ്ടു, 20 റീൽ ഷോർട്സ് കണ്ടു. അപ്പൊ ഈ ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം തീരുമാനിക്കാണ്, അല്ലാ ഇവൻ നമ്മളെ മജ്ലിസിലെ കുട്ടിയാണല്ലോ, ഇവൻ ഇത്രയും മാർക്കും റാങ്കൊക്കെ ഉള്ള ആളാണല്ലോ, ഇവൻ ഇനിയൊരു ലോകവിവരം എന്തെങ്കിലും കൊടുക്കുക, നീറ്റ് എക്സാമിനെ പറ്റി എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ സോഷ്യോളജിയിൽ എന്തെങ്കിലും കൊടുക്കുക, എന്നാ ആ കുട്ടി ഒന്ന് നന്നായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നല്ലൊരു കണ്ടന്റ് തരുമോ? തരൂല മക്കളെ, തരൂല. കാരണം ഇത് ഡിസൈൻ ചെയ്തത് ആരാണ്? നിങ്ങളെ നന്നാക്കാൻ വേണ്ടി ആലോചിച്ച് ഇരിക്കണവരല്ല. നിങ്ങളെ എത്ര സമയം മൊബൈലിന് മുമ്പിൽ തളച്ചിടാൻ പറ്റുമോ അത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ പിന്നിലെ ഫിലോസഫി. നമ്മളെ നന്നാക്കാനാണ് ലോകം എന്ന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോ ഒരാള് കോമഡി കണ്ട ഓനക്ക് കോമഡി തന്നെ കിട്ടും. 3 മണിക്കൂറായല്ലോ, 500 റീൽ ഓൻ കണ്ടല്ലോ, ഷോർട്സ് ഓൻ കണ്ടല്ലോ, ഇനി ഓനൊന്ന് നല്ല കണ്ടന്റ് കൊടുക്കുക എന്ന് ഈ അൽഗോരിതം ചിന്തിക്കുവോ? ഈ അൽഗോരിതം, ഡിജിറ്റൽ അൽഗോരിതം എന്ന് പറയുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മെക്കുറിച്ച് സകല ധാരണയുമുള്ള ഒരു സാധനമാണിത്.
അപ്പൊ നമ്മൾ വലിയ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്താന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മളെ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തീരുമാനങ്ങളെ കോർപ്പറേറ്റ് മുതലാളിമാര് നിങ്ങളെ അൽഗോരിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളതിനെ നിയന്ത്രിക്കണം. ഇപ്പൊ അത് നമ്മളെയാണ് നിയന്ത്രിക്കണത്. ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്ക് കേട്ടവരുണ്ട് ഇവിടെ ആരെങ്കിലും? കേൾക്കാത്തവരായിരിക്കും ഇനി ചോദിക്കേണ്ടി വരിക, കാരണം ഒട്ടുമിക്ക എല്ലാവരും കേട്ടിട്ടുണ്ടോ? ബ്രെയിൻ റോട്ട്. ബ്രെയിൻ തലച്ചോറ്, റോട്ട്. റോട്ട് പറഞ്ഞാൽ ചീഞ്ഞു പോകാന്ന് പറഞ്ഞാൽ റോട്ടൻ ടൊമാറ്റോസ് കേട്ടില്ല നിങ്ങൾ? ചീഞ്ഞ തക്കാളി, ബ്രെയിൻ റോട്ട്. 2024 2025 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കയറിയ വാക്കാണ്. അപ്പൊ എന്താ സംഭവം? എക്സസീവ് ഓൺലൈൻ കണ്ടന്റിൽ, സീരിയസ് അല്ലാത്ത ഓൺലൈൻ കണ്ടന്റിൽ അധിക സമയം ഇരുന്നാൽ തലച്ചോറിന് വരുന്ന വീക്ക്നെസ് ആണ്. ആ വീക്ക്നെസ് കാരണം സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, ഫ്രണ്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ കഴിയില്ല, കൂട്ടുകാരുണ്ടാക്കാൻ കഴിയില്ല, ഡിസിഷൻസ് എടുക്കാൻ കഴിയില്ല, സീരിയസ് ആയ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയില്ല. അതായത് ഇപ്പൊ ഒരു പരീക്ഷക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ തുടർച്ചയായിരുന്നു പഠിക്കണ്ടേ? അതിന് കഴിയില്ല. കാരണം അമിതമായ ഡോപ്പമൈൻ നമ്മളെ തലയിലേക്ക് കയറിയിട്ട് തലയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ അല്ലേ, 1.5 മിനിറ്റിന്റെ ഒരു സന്തോഷം, അടുത്ത 1.5 മിനിറ്റിന്റെ വേറൊരു സന്തോഷം, അങ്ങനെ പാക്കായിട്ട് ഈ രസം അങ്ങനെ കയറിയിട്ട് നമ്മളെ തലച്ചോറിന് സീരിയസ് ആയ കാര്യങ്ങൾ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് ജെൻസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇത് മുതിർന്ന ആളുകളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം. ഇതിപ്പോ നിലവിലുള്ള അവസ്ഥയാണ്, വിദഗ്ധരുടെ അഭിപ്രായമാണ്. അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. അപ്പൊ ഇതിങ്ങനെ കുട്ടികളെ മൊബൈല് കുറഞ്ഞ സമയം ഉപയോഗിച്ചാൽ മതി എന്ന് ഉസ്താമാര് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിഞ്ചടിക്കും. പക്ഷെ ഇത് പറയുന്ന ഉസ്താമാരല്ല കുട്ടികളെ, ഇത് സിലിക്കൺ വാലിയിലെ ഉദ്യോഗസ്ഥരാണ്. സിലിക്കൺ വാലി നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാലോ, US എല്ലാവിധ ടെക്നോളജിയുടെ ഹബ്ബാണ്. അമേരിക്കയിൽ നിന്ന് വന്ന റിപ്പോർട്ട്, സിലിക്കൺ വാലിയിലെ ഉദ്യോഗസ്ഥരുടെ മക്കളുടെ സ്ക്രീൻ ടൈം സാധാരണ അമേരിക്കക്കാരുടെ സ്ക്രീൻ ടൈമിനേക്കാളും കുറവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം സിലിക്കൺ വാലിയിൽ ഇതൊക്കെ ഉണ്ടാക്കി വിടുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാം അവരുടെ മക്കളുടെ തലച്ചോറിനെ ഇത് ബാധിക്കാൻ പോവാന്ന്. അതുകൊണ്ട് അവരവരുടെ മക്കൾക്ക് സ്ക്രീൻ ടൈം അഫ്ലിക്റ്റ് ചെയ്തിരിക്കുന്നു. ദിവസത്തിൽ 1 മണിക്കൂറേ കൊടുക്കുന്നുള്ളൂ. ശരാശരി അമേരിക്കക്കാരൻ കുട്ടികൾക്ക് മൊബൈൽ കണ്ട് ഒഴിച്ചു കൊടുക്കുക, അത് അവരുടെ തലച്ചോറിനെ ബാധിക്കുന്നു. ശരാശരി കേരളക്കാരന്റെ കാര്യം പറയണ്ട, കൈവിട്ട കളിയാണ്. അപ്പൊ നമ്മളിതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ രസമുള്ള ലോകമാണ്. എടുത്തു നോക്കി, there is no shortcut to success. ഒരു ഷോർട്ട് കട്ടും ഇല്ല കുട്ടികളെ. ദൈനംദിനം ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ടിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടും തന്നെയാണ് ഏത് മേഖലയിലും എല്ലാവരും വിജയിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കൊക്കെ വരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് സ്കോപ്പുള്ള ഏരിയ. അപ്പൊ ഞാനൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജിയിൽ PG ചെയ്യുന്ന ഒരു സീനിയർ വരും. ഇവിടെ വന്നിട്ട് പറയും, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യോളജി പഠിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പാണ് തരും. അപ്പൊ നമ്മളൊക്കെ തീരുമാനിക്കുക, എന്നാൽ സോഷ്യോളജി എടുക്കലേ, സോഷ്യോളജി എടുത്താൽ സെറ്റ് ആവും. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ജാമിയ മില്ലിന്ന് അറബി PG ചെയ്യുന്ന ഒരാൾ വരും. ഓൻ പറയാ, അറബി എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വാപ്പയാണ് ഉമ്മയാന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ കുറെ പ്രസംഗിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, എന്നാ ഞാൻ അറബി എടുക്കാം. ആദ്യത്തെ ആള് വന്നപ്പോഴാണ് ഞാനൊക്കെ സോഷ്യോളജി എടുത്തത്, ഞാൻ BA സോഷ്യോളജിയാ. 3ാമതൊരാള് ഇത് കുറച്ചാണ് പോയപ്പോ നമുക്ക് മനസ്സിലായി, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ബിൽഡപ്പ് ഏറ്റെടുക്കുന്ന സാധനമല്ല. ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ ഇതുപോലത്തെ വാഫി ഹുദവി സിസ്റ്റത്തിനൊക്കെ പോലെ എങ്ങനെ കൊഴിഞ്ഞു പോവാ. ACCA CMA USA എന്നൊക്കെ പറഞ്ഞിട്ട് +2 കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കാതെ പിന്നെ പുറത്തേക്ക് പോവാ. എന്റെ പൊന്നു മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഏരിയക്കും സ്വന്തമായിട്ട് സ്കോപ്പില്ല അൺലെസ് യു ബിൽഡ് ദ സ്കോപ്പ്. ഒരു ഏരിയക്കും സ്വന്തമായിട്ട് സ്കോപ്പില്ല. നമുക്കൊരു ഏരിയയോട് പാഷൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു പ്രത്യേക ഏരിയയിൽ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ സ്കോപ്പ്. അല്ലെ പിന്നെ ഈ ലോകത്ത് എന്തിനാ ഈ 100,000 കോഴ്സുകൾ? ആകെ 4 കോഴ്സ് പോരെ? ഒരു ഡാറ്റാ സയൻസും ഒരു BBയും ഒരു MBA ഒക്കെ പോരെ? ഒരു കോഡിങ്ങും മറ്റേതൊക്കെ പോരെ? എന്തിനാ ലോകത്ത് 100,000 കോഴ്സുകളും 100,000 പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ എന്തിനാ? അപ്പൊ ഞങ്ങളെ കാലത്തുള്ള ട്രെൻഡായിരുന്നു MBA. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, MBA എടുക്കണം, എന്നാലേ ലൈഫ് സെറ്റ് ആവുള്ളൂ. കുറെ കുട്ടികൾ MBAന് പിന്നാലെ പോയി തൊഴിലില്ലാത്ത MBAക്കാരോട് നിറഞ്ഞു. പിന്നെ
കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കുറച്ചും കൂടി മുതിർന്നപ്പോൾ ബിടെക് ആയിരുന്നു വലിയ സംഭവം. ബിടെക് പഠിക്കണം, ബിടെക് പഠിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധുക്കൾ ബിടെക്കിന്റെ പിന്നാലെ പോയി പാറ്റ തീമക്ക് പോണ വാരി. ഇവിടെ എന്താ ഉണ്ടായത്? ബിടെക്കാർ തട്ടി നടക്കാൻ വെച്ചാതായി. സപ്ലി അടിച്ച ബിടെക്കുകാർ, സപ്ലി അടിക്കാത്ത ബിടെക്കുകാർ നടക്കാൻ പറ്റാതായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? എത്രയോ ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയി. അപ്പൊ ഒരു കോഴ്സ് ഇങ്ങനെ നിൽക്കുക, എല്ലാരും കൂടി അത് പോയി എടുത്തോളി, ഇന്ന് എല്ലാരും പോയി സെറ്റിൽ ആവും എന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും നമുക്ക് പാടില്ല. ഇഫ് യു ആർ പാഷനേറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്, you can do something different in that particular field and that is your scope. അതാണ് എന്താണ് നമ്മുടെ സ്കോപ്പ്? ഏത് മേഖലയിലാണോ നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, അതാണ് നമ്മുടെ സ്കോപ്പ്. ഒരാൾക്ക് ലോജിക്കൽ റീസണിങ്ങിന് നല്ല കഴിവുണ്ട്, വക്കീലായ ഓന് നന്നായി ശോഭിക്കാൻ പറ്റും. ഒരാൾക്ക് വേറെ മാത്തമാറ്റിക്സിൽ നല്ല കഴിവുണ്ട്, സമാനമായ എന്തെങ്കിലും ചെയ്താൽ ഓന് ശോഭിക്കാൻ പറ്റും. ഇങ്ങോട്ട് നോക്കി അതുപോലെ ശരിയായിക്കോളൂ. നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തമായി ഒരു ഏരിയക്കും സ്കോപ്പില്ല, നമ്മളാണ് സ്കോപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോ നിങ്ങളെ കൂട്ടത്തിൽ പലവിധം കഴിവുകൾ പടച്ചോൻ തന്നവരുണ്ടാവും. പല ഫീൽഡിലേക്കാണ് അവർ പോകേണ്ടത്. ഇനിയിപ്പോ കോഡിങ്ങിനെ പറ്റി ഇലോൺ മസ്ക് ഒക്കെ പറഞ്ഞ് 2 കൊല്ലം കൊണ്ട് AI അടിച്ചു കയറി വരികയാണ്. 2 കൊല്ലം കൊണ്ട് കോഡിങ് ഇല്ലാതാവും, 5 കൊല്ലം കൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡ് തന്നെ ഇല്ലാതാവും എന്നാ പറഞ്ഞേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ അനാവശ്യമായ ട്രെൻഡുകൾ പിന്നാലെ പോവാതെ, നിങ്ങൾക്ക് ചിലപ്പോൾ സാഹിത്യത്തിൽ നല്ല വാസനയുള്ള ആളുകളുണ്ടാവും, ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരുണ്ടാവും. നിങ്ങൾ അതിൽ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യണം, അതിൽ നെറ്റ്വർക്കിംഗ് ചെയ്യണം, അതിലുള്ള ആളുകളൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോലെ പരിചയപ്പെടണം, അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലെ പരിചയപ്പെടണം, എന്നിട്ട് അത് സംബന്ധമായ പ്രസംഗങ്ങൾ കേൾക്കണം. അതാണ് നമ്മൾ മെച്ചപ്പെടുത്തുക. അപ്പൊ നമുക്കൊരു ഫീൽഡിൽ ഡിഫറൻ്റ് ആയി ചെയ്യാൻ പറ്റിയാൽ അതാണ് നമ്മുടെ സ്കോപ്പ്. പെർഫെക്ഷൻ ആണ്. നിങ്ങൾ തബാറക സൂറത്തിലുണ്ടല്ലോ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അഹ്സനു അമല, ഏറ്റവും നന്നായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അമല് ചെയ്യുന്നത് ആരാന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ നിയോഗിച്ചത്. അവിടെ ഏറ്റവും അക്സറു അമല എന്ന് പറഞ്ഞിട്ടില്ല. കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരെന്നല്ല, ഉള്ളത് ഇത്ഖാനോടെ ചെയ്യുന്നവർ, പെർഫെക്ഷനോടെ ചെയ്യുന്നവർ എന്നാണ്. പെർഫെക്ഷനോടെ ചെയ്യാൻ നമ്മളൊരു കാര്യം ശീലിച്ചാൽ നമുക്ക് ആ മേഖലയിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, യുണീക്കായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ യുണീക്കായി ചെയ്താൽ അതാണ് നമ്മുടെ സ്കോപ്പ്. അത് ഏത് മേഖലയാണെങ്കിലും. അപ്പൊ നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആവശ്യകത വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ലൈഫിൽ സന്തോഷം വേണം, അടിച്ചുപൊളിയെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഏറ്റവും വഴി തെറ്റിക്കുന്നൊരു സാധനമാണ് ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. ഞാൻ വിശദീകരിക്കാം. ഹാപ്പിനെസ് 2 വിധമാണ് കുട്ടികളെ, പല വിധങ്ങളുടെ. അതിൽ പ്രധാനപ്പെട്ട 2 വിധം ഞാൻ പറയാം. ഒന്ന് ഹെഡോണിക് ആണ്, ഒന്ന് യുഡായ്മണിക് ആണ്. ഹെഡോണിക് എന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും, ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റും ഉണ്ടാവില്ല. യുഡായ്മണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടി ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യും, പക്ഷെ പിന്നെ നിങ്ങൾ നേടുന്നത് വലിയ നേട്ടങ്ങളായിരിക്കും. ഇപ്പൊ നിങ്ങളെ വാപ്പങ്ങളോട് പറയണം, +2 ഫുൾ A+ നേടിയാൽ എനിക്ക് ഞാൻ ഐഫോൺ ഏതായാലും ലേറ്റസ്റ്റ് 17 Pro Max വാങ്ങിത്തരാന്ന് പറഞ്ഞു. 17 Pro Max വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ രാവിലെ സുബീക്കൊക്കെ എണീക്കും, പഠിക്കും, കഷ്ടപ്പെടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹായ് പ്രൊഫൈൽ തുറന്നു നോക്കിയപ്പോ നിങ്ങൾ ഉള്ളിലൊരു രോമാഞ്ച കഞ്ചുകം. അപ്പൊ നിങ്ങള് ഓളോടൊന്ന് മിണ്ടിയെങ്കിൽ എന്ന് നിങ്ങൾ കരുതിയ ഒരു കുട്ടിയാണ്. ഓളെ ഹായ്, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കുയ്, എന്നിട്ട് പിന്നെ ഡാ, പിന്നെ ഡി. കൂട്ടുകാരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ചങ്കുകളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമ്മളുണ്ടാ കൂടെ അടിച്ചു പൊളിക്കെന്ന് പറയും. നിങ്ങളെ കൂട്ടത്തിൽ ഒരാള് അങ്ങനെ ഹായ് കൂയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. വാപ്പ ഐഫോൺ ഓഫർ ചെയ്തിക്കണ്, പക്ഷെ അതൊക്കെ മറന്ന്
പിന്നെ ഓള് വിളിച്ചിട്ടില്ലെങ്കിൽ സങ്കടം, മെസ്സേജ് അയച്ച് ബ്ലൂടിക്ക് കണ്ടിട്ട് ഓളെ മറുപടി വന്നിട്ടില്ലെങ്കിൽ സങ്കടം, ചോറുന്നില്ല, ഉറങ്ങണില്ല. അങ്ങനെ പരീക്ഷ വന്നിട്ട് എന്തുണ്ടായി? ചാറ്റ് ചെയ്തപ്പോ എഴുതിയത് പരീക്ഷ പേപ്പറിൽ എഴുതിയേക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. പരീക്ഷയും പോയി, ഐഫോണും പോയി. പക്ഷെ അവൻ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല ഹാപ്പി അല്ലേ? പക്ഷെ ആ ഹാപ്പിനെസ് അതോടുകൂടി തീർന്നു. ഇതിനാണ് ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറയാൻ. ഇനി ഉഡായ്മണിക്കോ ഓളൊരു ഹായ് അയച്ചു. അപ്പൊ ഓൻ കരുതി എന്ത്, ഇനിയിപ്പൊ ഞാൻ കൂയി അയച്ചാൽ ബാക്കിയുള്ളത് സംസാരിച്ചാൽ ഇന്റെ കോൺസെൻട്രേഷൻ പോവും. ഇപ്പൊ എനിക്ക് എന്റെ പഠനമാണ് വലുത്, ഇത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ ഐഫോണാണ് വലുത്. ഓന് മുണ്ടാനൊക്കെ ആഗ്രഹമുണ്ട് ഓളോട്, പക്ഷെ ഓൻ മുണ്ടിയില്ല. ഓനൊന്ന് ശരി എന്നൊക്കെ പണ്ട് സലാം പറഞ്ഞ് അയച്ചു. ഓന്റെ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് പരീക്ഷ വന്ന് അടിപൊളിയായിട്ട് എഴുതി, ഫുൾ A+ കിട്ടി. ഐഫോണാണ് കൊടുത്തയച്ച വാപ്പ. ഈ ഐഫോണുകളെ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങൾ നേടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് കുട്ടികൾ. അതിൽ ഏത് ഹാപ്പിനെസ് നിങ്ങൾക്ക് വേണ്ട നിങ്ങളാണ് തീരുമാനിച്ചാളി. ഞാൻ വിശദീകരിക്കണില്ല. ഏതാ വേണ്ടേ? മൂന്നാമത്തതോ? രണ്ടെണ്ണേ വേണ്ടുള്ളൂ. ഏതാ വേണ്ടേ? രണ്ടാമത്തത് യുഡായ്മോണിക് അല്ലേ? രണ്ടാമത്തത്. ജീവിതത്തിൽ ഇങ്ങനെ അല്ലാതെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് സാധനവും നമുക്ക് നോർമലാവും. ഡിഗ്രിയിൽ ഫുൾ മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ 90% എബവ് കിട്ടിയാൽ ഹിമാലയന്റെ ബൈക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞു നിങ്ങളെ വാപ്പ. കഷ്ടപ്പെട്ട് പഠിച്ച് വാപ്പ ഹിമാലയ വാങ്ങിത്തന്ന് വാക്ക് പാലിച്ച് നിങ്ങൾ ഹിമാലയ ഓടിച്ച് ഇങ്ങനെ പോവും, കല്യാണത്തിന് പോവും, മസനഗുഡി വഴി ഊട്ടി പോയി, അവിടെ പോയി, ഇവിടെ പോയി, ബീച്ചിൽ പോയി, ഓരെ കയറ്റി മറ്റോരെ കയറ്റി അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് എല്ലാം ചെയ്ത് 2-3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിമാലയം അടുക്കും. കാരണം നിങ്ങളെ കയ്യിൽ സ്ഥിരമായിട്ടുള്ള വണ്ടി, നിങ്ങൾക്ക് അത് നോർമലാവും. പിന്നെ നിങ്ങൾ ഹിമാലയ ഓടിച്ച് ഇങ്ങനെ പോവാണ് വളാഞ്ചേരി അങ്ങാടി കൂടെ. അപ്പം ഓപ്പോസിറ്റിൽ ഒരു 100 ഇങ്ങനെ കിട്ട് ഇങ്ങനെ പോണ്. അപ്പൊ നിങ്ങൾ 100 കിട്ടിയാൽ കൊള്ളായിരുന്നു നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾ കുറച്ച് കായ്ക്കാരനൊക്കെ ആയി, കുറച്ച് കോഡിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി അടവൊക്കെ ഇട്ട് നിങ്ങൾ എന്ത് വാങ്ങി? 100 വാങ്ങി. എന്നിട്ട് നിങ്ങൾ അത് ഓടിച്ചിങ്ങനെ പോവാ. അപ്പൊ ഓപ്പോസിറ്റ് ഒരു ഹാർലി ഡേവിഡ്സ് അങ്ങനെ പോണ്. അപ്പൊ നിങ്ങൾ അവർക്ക് നോക്കിയിട്ട് ഹാർലി കിട്ടിയില്ല, എത്ര നന്നായിരുന്നു. അപ്പൊ എന്താ സംഭവം? മനുഷ്യനൊരു സാധനം നോർമലായി കഴിഞ്ഞാൽ പിന്നെ അത് എൻജോയ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിന്റെ മേലൊക്കെ കണ്ണുണ്ടാവുക. അപ്പൊ ഇവന് 100 ഹിമാലയ വിട്ടുമ്പോ 100 വാങ്ങുമ്പോ മറ്റോ ആക്റ്റീവ് വെച്ചിങ്ങനെ വലിപ്പിച്ച ഈ ചെങ്ങായിക്ക് 100 ഒക്കെ കിട്ടിയല്ലേ ഓന്റെ ഒരു ഭാഗ്യം. ഞാനിപ്പോൾ ഈ ആക്റ്റീവമേണല്ലോ പോണത്. ഓന് സങ്കടപ്പനെ നോക്കിയിട്ട് എന്നാ ഇവന് ഹാപ്പിയാണോ? 100 വാങ്ങുന്ന ആള് ഹാപ്പിയാണോ? അല്ല. മറ്റോമൊക്കെ നോക്കിയിട്ട് സങ്കടപ്പെടുക. നിങ്ങൾ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഒരു SUV ക്രെറ്റ എടുത്ത് ക്രെറ്റ ഇങ്ങനെ പെടപ്പിച്ചിങ്ങനെ പോവാ. അപ്പൊ കിയന്റെ പുതിയ വണ്ടി ഇറങ്ങിക്കണ്, അതിങ്ങനെ ഓപ്പോസിറ്റ് പോണ്. അപ്പൊ നിങ്ങൾ നമുക്ക് ഇങ്ങനെ നോക്കും. ആ ഭൗതികമായ കാര്യങ്ങളിലാണ് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ ഫോക്കസ് ബേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ കഴിയില്ല കുട്ടികളെ. നിങ്ങൾ എഴുതി വെച്ചോളി. ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് ഇത്ര മതി എന്ന് തീരുമാനിക്കാതെ നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽ ആവാൻ കഴിയില്ല. ഇപ്പൊ എന്നോട് നാളെ കുട്ടി ചോദിച്ചു, ഉസ്താദ് എന്താ ഇവിടെ ദാറുദ്ദീൻ ഇങ്ങനെ നിൽക്കണം, ഉസ്താദ് സെറ്റിൽ ആവണ്ടേ, ഉസ്താദിന് ഇവിടുന്ന് പോയിക്കൂടെന്ന് ചോദിച്ചു. അപ്പൊ ഓനറിയാം ഇവിടെ ശമ്പളമൊന്നും ഗവൺമെന്റ് സ്കെയിലിൽ ശമ്പളമൊന്നും ഇല്ലാന്ന് ഓനറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ സെറ്റിൽ ആവാൻ എത്ര റുപ്യ വേണം? ഓൻ പറഞ്ഞു, ഉസ്താദ് 60,000 റുപ്യൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞു, എടാ 20,000 റുപ്യ ശമ്പളം വാങ്ങുന്ന ആള് 2 ലക്ഷം കടം വാങ്ങണം. 60,000 റുപ്യ ശമ്പളം വാങ്ങുന്ന ആൾ 6 ലക്ഷം കടം വാങ്ങും. ഒക്കെ കണക്കല്ലേ? സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒന്നല്ലേ? പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസക്കാരല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൾട്ടോ ഉള്ളൂ നിൽക്കുക, ക്രെറ്റ ഓടിച്ചു പോണ ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊരു ഇടങ്ങേറുണ്ടാവില്ലേ? എന്ത് ആ ചങ്ങായിയൊക്കെ സെറ്റിലായിട്ടോ രക്ഷപ്പെട്ടിട്ടോ. പക്ഷെ സെറ്റിലായിട്ടില്ല. നോക്കണത് എങ്ങോട്ടാണ്? മറ്റോന്റെ BMW മക്കാണ്, അല്ലെങ്കിൽ മറ്റോന്റെ ക്രിസ്റ്റമക്കാണ്. നിങ്ങൾ മാനസികമായിട്ട് രണ്ടും ഒന്നല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ സെറ്റിലായി എന്ന് തോന്നും. പക്ഷേ ആൾട്ടോ ഉള്ള ആളാണെങ്കിലും ശരി, ആക്റ്റീവ് ഉള്ള ആളാണെങ്കിലും ശരി, ക്രിസ്റ്റൽ ആളാണെങ്കിലും ശരി, ക്രെറ്റ ഉള്ള ആളാണെങ്കിലും ശരി, എനിക്ക് ഇത് മതി എന്ന് തോന്നുമ്പോൾ മാത്രമേ ഒരാൾക്ക് ഹാപ്പി ആവാൻ കഴിയുള്ളൂ. അതിനാണ് ഇസ്ലാമിൽ ഖനാഅത്ത് എന്ന് പറയല്. എന്താണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? കണ്ടന്റ്മെന്റ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ഹാപ്പി ആവാൻ കഴിയില്ല. അപ്പൊ ഞാൻ
2011 ഞാൻ വെസ്റ്റ് ബംഗാൾ പോയപ്പോ അവിടെ ബംഗാളിലെ ആളുകൾ, ബംഗാളിലെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ വെള്ളം നിറയും. അതായത് ഓലെ തൊഴുത്തും ഓലെ കിച്ചണും ഓലെ വിരുന്നേരെ സ്വീകരിക്കാനുള്ള സ്ഥലവും എല്ലാം ഒന്നാണ്. വീട് തേച്ചിട്ടുണ്ടാവില്ല. പിന്നെ അതേമാതിരി അങ്ങനെ വീടിന്റെ പുറത്ത് ഇങ്ങനെ ചാണകമൊക്കെ പൊത്തി വെച്ച ഒരു പ്രത്യേക ഹാലിലാണ്. തീരെ വികസനങ്ങളില്ലാത്ത സ്ഥലം. പക്ഷെ അവിടെ പോയപ്പോൾ ആളുകൾ നല്ല ഹാപ്പിയാണ്. അവർ ചിരിക്കുന്നു, സംസാരിക്കുന്നു, നല്ല ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിലെ വീടുകൾ അവർ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഗൾഫ് പോയി കാണുന്ന പോലെ ആയിരിക്കും. ഇപ്പൊ അതേപോലത്തെ വീടുകൾ ഇവിടെ വന്നു. പക്ഷെ ഞാൻ അതിന് ശേഷം പത്രത്തിലൊരു ഫീച്ചർ വായിച്ചു. മലയാളി ദരിദ്രനാണ് ബംഗാളിയേക്കാൾ. അൺബിലീവബിൾ. മലയാളി എങ്ങനെ ബംഗാളിയേക്കാൾ ദരിദ്രനാവും? പക്ഷെ ആണ് എന്നാണ് അതിൽ പറയുന്നത്. അതെന്താ കാരണം? മലയാളിക്ക് റിലേറ്റീവ് പോവർട്ടി ഉണ്ട് എന്നാണ്. എന്താ അർത്ഥം? ആപേക്ഷികമായി മലയാളി ദരിദ്രനാണെന്നാണ് അതിൽ പറയുന്നത്. ബംഗാളി ഹാപ്പിയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് പറയുന്നത്? മലയാളി 2500 സ്ക്വയർ ഫീറ്റിന്റെ വലിയ വീട് കയറ്റും, 20 ലക്ഷത്തിന്റെ വലിയ വാഹനം വാങ്ങും. എന്നിട്ട് അപ്പുറത്തെ അയൽവാസി കയറ്റണ 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടും 40 ലക്ഷത്തിന്റെ വണ്ടി നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെടും. അതിന്റെ അർത്ഥം എന്താ? മലയാളി ദരിദ്രനാണ് എന്നാണ് അതിലെ റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? നമുക്ക് തികഞ്ഞാലേ നമുക്ക് മാനസികമായി സെറ്റിൽ ആവാൻ കഴിയുള്ളൂ. നമുക്ക് തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഹാപ്പി ആവില്ല. നിങ്ങൾ ഇങ്ങനെ 20 വയസ്സിൽ ലൈഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ചെല്ലിങ്ങള് ചങ്ങായിമാരെ, അതൊക്കെ പരസ്യവാചകമാണ്. അത് ഓൽക്ക് പോലെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനാണ്. ഈ നീറ്റ് പരീക്ഷയിലെ പേപ്പർ എന്തുകൊണ്ടാ ചോർന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ബിസിനസ് അല്ലേ? എഡ്യൂക്കേഷൻ മുഴുവൻ കച്ചവടവൽക്കരിച്ച് ബിസിനസ് ആക്കിയില്ലേ? ഇതാണോ എഡ്യൂക്കേഷൻ കൊണ്ടുള്ള ലക്ഷ്യം? നല്ല വ്യക്തികൾ ഉണ്ടാവുക എന്നുള്ളതല്ലേ? സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന, മനുഷ്യന് ഉള്ള കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി നൽകുന്ന, മനുഷ്യന് സഹനശീലവും സഹാനുഭൂതിയും സഹജീവി ബോധവും പകർന്നു നൽകുന്ന വിദ്യാഭ്യാസം, ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികവും പരമവുമായ ലക്ഷ്യം പണം ഉണ്ടാക്കലല്ല. പണം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. എത്ര പണം ഉണ്ടെങ്കിലും ശരി, എനിക്കിത് മതി എന്ന് തോന്നാതെ ഒരാൾക്ക് റാഹത്താവാൻ കഴിയില്ല. അപ്പൊ നിങ്ങളൊക്കെ മലയാളത്തിലൊരു എഴുത്തുകാരുണ്ട്, ഉമ്പാച്ചി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉമ്പാച്ചി കേട്ടിട്ടുണ്ടോ? റഫീഖ് തിരുവള്ളൂർ കവിയൊക്കെയാണ്. അദ്ദേഹം ഒരിക്കൽ ഫേസ്ബുക്കിൽ ഒരു കഥ എഴുതി. നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മകൾ പറഞ്ഞ ഞാൻ തീരെ ഹാപ്പി അല്ല. എന്നിട്ട് ഓൾ അതിന് കാരണം പറഞ്ഞ എന്താണെന്നറിയോ? എന്താ ഒരേ സ്കൂള്, ഒരേ ടീച്ചേഴ്സ്, ഒരേ വീട്. ഓളിങ്ങനെ പറഞ്ഞു തുടങ്ങുക. അപ്പൊ ആങ്ങള പറഞ്ഞ ഒരേ വാപ്പ, ഒരേ അമ്മ, ഒരേ ആങ്ങള, എനക്കിപ്പോ നമ്മളൊന്നും പറ്റാതായില്ലേന്ന് വെച്ചു. അതിൽ ആ കുട്ടി പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്നാ ഉദ്ദേശിച്ചത്. എക്സൈറ്റ്മെന്റ് എന്താണ്? എക്സൈറ്റ്മെന്റ്. അപ്പൊ ആ കുട്ടിക്ക് നല്ല സുഖമാണ്. ആ കുട്ടി മിഡിൽ ഈസ്റ്റിൽ നല്ലൊരു ഭേദപ്പെട്ട ഫാമിലി, നല്ല സ്നേഹനിധിയായ വാപ്പ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കും, നല്ല ഫ്രണ്ട്ലി ആയ ഉമ്മ, കുഴപ്പമില്ല, നല്ല സപ്പോർട്ടീവായ ടീച്ചേഴ്സ്, നല്ല സിബ്ലിങ്സ്, ഏട്ടനും അഞ്ചനും ഒക്കെ നല്ല ഉഷാറാണ്, എല്ലാം നല്ല ഹാപ്പിയാണ്. ഒരു ചാലഞ്ചും ഇല്ല, ഒരു പെയിനും ഇല്ല. അപ്പൊ രസം പോയി. എന്താണ് പറഞ്ഞു മനസ്സിലാക്കാത്തത്? ഓൾക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം ഒരു പെയിൻ ഉണ്ടെങ്കിലല്ലേ, ഒരു ദുഃഖം ഉണ്ടെങ്കിലല്ലേ അടുത്തൊരു സന്തോഷം നമുക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്കിപ്പോ വയറ് നിറച്ചൊരു കല്യാണത്തിന് ബിരിയാണി കിട്ടി, നന്നായി കഴിച്ചു, ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ നന്നായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കഴിച്ചു. എന്നിട്ട് ദഹിക്കാനെന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു ചായ ഉണ്ട്, അതും കഴിച്ചു. പിന്നെ ഐസ്ക്രീം വന്നു, പിന്നെ പുഡിങ് വന്നു, എല്ലാ സാധനവും വന്നു. പിന്നെ ഒരു ഔൽ മിൽക്ക് കൊടുന്ന നിങ്ങൾ കഴിക്കുമോ? നിങ്ങൾ പറയില്ല നമ്മൾ ഫുള്ളാണ്. നേരെ മറിച്ച് നിങ്ങൾ ഉച്ചക്ക് ചോറുന്നില്ല, കാരണം നിങ്ങൾ ബസ്സിലായിരുന്നു, നല്ലൊരു ഹോട്ടൽ കിട്ടിയില്ല, ബസ്സിലായിരുന്നു. അവസാനം ബസ് കുറെ ദൂരേറ്റ് നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തി. എന്നിട്ട് നിങ്ങളൊരു കയറ്റൊക്കെ കയറി നടക്കേണ്ടി വന്നു. അപ്പൊ ഒരു ലൈമ് കിട്ടിയുള്ള സുഖമുണ്ട്. ആ സുഖം നിങ്ങൾ അനുഭവിക്കാൻ കാരണം എന്താ? നിങ്ങൾ ഇതുവരെ കഴിക്കാത്തതുകൊണ്ടും ആ കയറ്റം കയറിയോണ്ടുമാണ്. മറ്റേ നിങ്ങൾക്ക് ഔൽ മിൽക്ക് ആസ്വദിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ വയറ് നിറഞ്ഞുകൊണ്ടാണ്. ഇതാണ് മക്കളെ അവസ്ഥ. അപ്പൊ എന്തായിരുന്നു ഈ പെൺകുട്ടിയുടെ പ്രശ്നം? ഞങ്ങളത് പബ്ലിക്കിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ഓൾ എക്സൈറ്റ്മെന്റ് പോകാൻ കാരണം എന്താ? ഓൾക്ക് പ്രയാസങ്ങളും ചാലഞ്ചസും ഒന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്റെ ചെറുപ്പം
എന്റെ കസിന് ഓളെ വാപ്പ ഒരു ബാഗ് കൊടുന്നു, പുതിയൊരു ബാഗ്, സ്കൂൾ ബാഗ്, ഗൾഫിൽ നിന്ന്. ഞാൻ അതിനു വേണ്ടി കരഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഓളെ പഴയ ബാഗ് വള്ളി ശരിയാക്കി എനിക്ക് തന്നു. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സന്തോഷാവൂലല്ലോ. എന്റെ വേറെ കസിന് ഓന്റെ വാപ്പ ഗൾഫിൽ നിന്ന് നല്ലൊരു ഷൂ കൊടുന്നു. നമുക്കപ്പോ വള്ളിച്ചെരുപ്പാ. നമ്മൾ ആ ഷൂക്ക് വേണ്ടി കരഞ്ഞു, പക്ഷെ ഷൂ നമുക്ക് കിട്ടിയില്ല. കിട്ടാത്ത ബാല്യം. പിന്നെ ഞാൻ കൗമാരത്തിലെത്തി, ഞാൻ കുറച്ച് മുതിർന്നു, ഞാൻ എന്റേതായ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങി, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങൽ തുടങ്ങി. എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ പറ്റി, കാരണം എനിക്ക് ബാല്യകാലത്ത് ഒന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങി കഴിക്കൽ തുടങ്ങി. ഇഫ് ദർ ഈസ് നോ പെയിൻ ദർ ഈസ് നോ ഹാപ്പിനെസ്. ഒരു പെയിൻ ഇല്ലെങ്കിൽ, ഒരു ദുഃഖമില്ലെങ്കിൽ, ഒരു പ്രയാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ? ഡോപ്പമൈൻ നാഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അന്നാ ലാംകെ എഴുതിയ ഡോപ്പമൈൻ നാഷൻ. അതിൽ അവർ പറയുന്നത് സഫറിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് നിങ്ങൾ ഒരു മാസം കഴിക്കാൻ നോക്കി, പിന്നെ കഴിക്കുമ്പോൾ നല്ല രസേകാരം. ഇങ്ങനെയാണ് കുട്ടികളെ, നമ്മളെ രസമുകളങ്ങളെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കലാണ്, കുറെ പൈസ ഉണ്ടാക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലൈഫിനെ സീരിയസ് ആയി കാണാതിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ആള് വീണ്ടും വീണ്ടും ഉപയോഗിച്ച് അഡിക്റ്റഡ് ആവാൻ കാരണം അതാണ്. അല്ലെ, MDMA ഒക്കെ വെച്ചാൽ ഒരു മാസത്തിൽ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന സന്തോഷത്തിന്റെ ഹോർമോൺ ഒരൊറ്റ സിംഗിൾ ടൈം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അടിച്ചു പോവുകയാണ് അയാളുടെ ബ്രെയിന്. അതോടുകൂടി 3-4 കൊല്ലം കൊണ്ട് അയാൾ മരിച്ചിരിക്കും, മരവിച്ചു പോകും. പിന്നെ അയാൾക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഒരു മാസം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഒറ്റ അടിക്കാണ് MDMA എന്ന് കിട്ടുന്നത്. അത്രയും ഡോപ്പമൈനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കിളി പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ സീരിയസ് ആയി കണ്ടിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഭൗതികമായ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടല്ല, അതിനു വേണ്ടിയിട്ടല്ല നമ്മളിവിടെ പഠിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് നീളം പോവില്ല, കൂടുതൽ അനുഭവിക്കാൻ കഴിയില്ല, അതില്ലാതായി പോകും. നമുക്കതിങ്ങനെ കയറ്റി കൊണ്ടുകൊണ്ടേ വരും, എന്നാലേ അത് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. സ്കൂട്ടറാണെങ്കിൽ കാറാക്കണം, കാറാണെങ്കിൽ ഈ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ മറ്റേ ബ്രാൻഡിക്ക് കയറ്റണം, പിന്നെ മറ്റേ ബ്രാൻഡിക്ക് കയറ്റണം, എന്നാലേ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെ എൻജോയ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ആത്മവിശ്വാസവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും? അപ്പൊ ഞാനൊരിക്കൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ക്രോപ്പ് അടിച്ചിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ക്രോപ്പ് അടിച്ചാൽ ഉസ്താമാര് കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടി വരാൻ പറയും, നല്ല കുറ്റിയാക്കി വെട്ടിക്കും, ഉമ്രക്കോയ മാതിരി ഉണ്ടാവും, കുറ്റിയാക്കി വെട്ടിക്കും. പക്ഷെ ഞാനപ്പോ അതിന് നിന്നില്ല, കാരണം ഇനിയിപ്പോ ഓനോട് ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവനോട് പറഞ്ഞു, എടാ എന്തിനാണ് നീ ക്രോപ്പ് അടിച്ചത്? ഓൻ പറഞ്ഞു, ഉസ്താദ് ഒരു ആത്മവിശ്വാസം കിട്ടും എന്ന് പറഞ്ഞു. എടാ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ നോളജ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഇതൊന്നൊക്കെ ഉണ്ടായി വരേണ്ടതല്ലേ ആത്മവിശ്വാസം? ഇതൊക്കെ ഉള്ളിന്ന് വരേണ്ടതല്ലേ? നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിലപിടിപ്പുള്ള കാറോ വിലപിടിപ്പുള്ള വസ്ത്രമോ വിലപിടിപ്പുള്ള ഡിവൈസോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അതില്ലാത്തവര് പുറത്തുനിന്ന് ഇറക്കേണ്ടി വരും. എന്താ പുറത്തുനിന്ന് ഇറക്കുക എന്ന് പറഞ്ഞാൽ, മുടി ഇവിടെ ചെത്തേണ്ടി വരും, പാന്റിന്റെ മുട്ടിന്റെ അവിടെ കീറേണ്ടി വരും, ലോൺ എടുത്ത് കടം പറഞ്ഞ് ഐഫോൺ വാങ്ങേണ്ടി വരും. കാരണം ഐഫോൺ ഉണ്ടെങ്കിലേ ആത്മവിശ്വാസം ഉള്ളൂ, മുടി ചെത്തിയാലേ ആത്മവിശ്വാസം ഉള്ളൂ, മുട്ടുകാലിന്റെ അവിടെ പാന്റ് കീറിയാലേ ആത്മവിശ്വാസം ഉള്ളൂ. കാരണം ഉള്ളിൽ സാധനമില്ല, ഉള്ളിൽ സ്റ്റെഫ് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇറക്കേണ്ടി വരൂലടാ. അതാണ് നിങ്ങളിപ്പോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ എല്ലായിടത്തേക്കും പോവല്. നിങ്ങളെ സിസ്റ്റത്തിൽ വേറെ നിങ്ങൾ ഈ ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ നിർബന്ധിക്കണമെന്നില്ല, ഓരോ നാട്ടിലും ഓരോ ഡ്രസ്സാണ്, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങളിപ്പോ എന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും, മൂപ്പരിപ്പോ ഈ മൂലേരായിട്ട് നടന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പെങ്ങളെ പറ്റി, നിങ്ങളെ ഉസ്താമാരെ പറ്റിയൊക്കെ ചിലപ്പോ തോന്നും, നാട്ടുകാരൊക്കെ ഇപ്പൊ എങ്ങനെ പരിഗണിക്കോ, നാട്ടുകാർക്കൊക്കെ അത് അതിനൊക്കെ എങ്ങനെയും മാറിപ്പോകണം എന്നൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ എല്ലായിടത്തേക്കും ഇങ്ങനെ പോവല്. നമ്മുടെ ചിന്തകൾ ആളുകൾക്ക് ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ എഴുത്തുകളോ പ്രസംഗങ്ങളോ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകളോ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ബ്രാൻഡുകളോ ഡിവൈസുകളോ ഒന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ആളുകളെ ഹൃദയത്തിന് ഹെൽപ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആളുകളെ ജീവിതത്തെ
സ്വാധീനിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആളുകൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. അത് പുറത്തു നിന്ന് ഇറക്കിയാൽ അതിനൊരു പരിധി ഉണ്ട്, മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് നല്ല പേഴ്സണാലിറ്റി വേണം, നമുക്ക് വിശാലമായ വായനാ ലോകം വേണം, ചിന്തയിൽ നല്ല ക്ലാരിറ്റി വേണം. ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടാലും പതറൂല. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഭൗതികമായ അളവുകോലുകളാണ് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങളെക്കാളും വലിയ വണ്ടിയുള്ള ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് അപകർഷതാബോധം ഉണ്ടാവും. നിങ്ങളെക്കാളും വലിയ മൊബൈലുള്ള ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് അപകർഷതാബോധം ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ വിജ്ഞാനമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആരും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യം വരില്ല. ഇതാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മതം കൃത്യമായ രൂപരേഖ ഇതിനൊക്കെ വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുക, നല്ല നീയത്ത് ഉണ്ടാവുക, അതുപോലെ ചെയ്യുന്നത് പെർഫെക്റ്റായി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അഹ്സനു അമല, അതുപോലെ നഫ്ഉ ലിന്നാസ്, ആളുകൾക്ക് ഉപകാരപ്പെടുക, ഏറ്റവും പെർഫെക്ഷനിൽ കാര്യങ്ങൾ ചെയ്യുക. ഈ 3 കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഹാപ്പി ആയിരിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാനും സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാനും സമൂഹത്തിന് ഗുണകരമായ വ്യക്തികളായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം. ഖൈറുന്നാസി അംഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാണ്. ഒരൊറ്റ കഥയും കൂടി പറഞ്ഞാൽ നിർത്താം. ഒരിക്കൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക, ഒരു ഇന്ത്യക്കാരനും ഒരു സായിപ്പും. അപ്പൊ ഇന്ത്യക്കാരൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ സായിപ്പ് ഇതിങ്ങനെ കാണുന്നുണ്ട്. ഉച്ച വരെയാണ് ഇന്ത്യക്കാരൻ മീൻ പിടിക്കുക. അത് കഴിഞ്ഞാൽ മീനൊക്കെ കുറച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും, കുറച്ച് പൊരിക്കും, അയാൾക്ക് ആവശ്യമുള്ളത് അയാൾ വറക്കും, ബാക്കി മാർക്കറ്റിൽ നിന്ന് വിറ്റ് കിട്ടിയ കാശ് അയാൾ സൂക്ഷിക്കും. ഇതാണ് രീതി. അപ്പൊ സായിപ്പ് ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വൈകുന്നേരം വരെ മീൻ പിടിച്ചുകൂടെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിക്കും, അതുകൊണ്ട് എന്താ കാര്യം? അല്ല, വൈകുന്നേരം വരെ മീൻ പിടിച്ചാൽ നിങ്ങൾക്ക് കുറച്ചധികം മീൻ കിട്ടുമല്ലോ, അതുകൊണ്ട് എന്താ കാര്യം? അല്ല, പിന്നെ അധികം ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു വലയൊക്കെ വാങ്ങിയിട്ട് പിന്നെയും കുറെ അധികം മീൻ പിടിക്കാലോ. അപ്പൊ ഇയാള് സായിപ്പിനോട് ചോദിക്കും, അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ സായിപ്പ് പറയും, അല്ല, നിങ്ങൾക്ക് വലയൊക്കെ ഇട്ടിട്ട് കുറെ മീൻ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബോട്ടൊക്കെ വാങ്ങി ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാലോ, അതുകൊണ്ട് എന്താ കാര്യം? അല്ല, അങ്ങനെ ഉൾക്കടലിൽ പോയി മീനൊക്കെ പിടിച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ സ്വന്തമായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഒക്കെ തുടങ്ങി സ്വന്തമായിട്ട് മീനിന്റെ കുത്തക ബിസിനസ് തുടങ്ങാലോ, അതുകൊണ്ട് എന്താ കാര്യം? അല്ല, അങ്ങനെ കുത്ത ബിസിനസ് തുടങ്ങി നിങ്ങൾക്ക് കുറെ ലാഭം കിട്ടുമല്ലോ, അതുകൊണ്ട് എന്താ കാര്യം? അല്ല, അങ്ങനെ കുറെ ലാഭം കിട്ടിയ നിങ്ങൾക്ക് സ്വന്തമായി വലിയ മണിമാളികയും പരിചാരകരും വലിയ വാഹനങ്ങളും ആഡംബരമൊക്കെ ആവുമല്ലോ, അതുകൊണ്ട് എന്താ കാര്യം? അല്ല, പിന്നെ വെറുതെ ഇരിക്കാലോ. അപ്പൊ ഇയാൾ പറഞ്ഞു, അതിനല്ല എപ്പോഴും ഞാൻ ചെയ്യണത്. അപ്പൊ ഇപ്പോഴും ഇയാളെ എന്നെ ചെയ്യണത്, ഉച്ചവരെ മീൻ പിടിക്കുന്നു, പിന്നെ ഇയാള് ഹാപ്പിയാണ്, ഇയാൾക്ക് ആരോടൊരു പരാതിയില്ല, ഇയാള് ഹാപ്പിയാണ്. ഇതിനാണ് കുട്ടികളെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആവണമെന്നൊന്നും ഇപ്പൊ ഞാൻ പറയില്ല, ഉച്ചവരെ ജോലി ചെയ്താൽ മതി, ബാക്കി കിറങ്ങിയിരിക്കണം എന്നൊന്നും ഇപ്പൊ ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? മനുഷ്യർക്ക് ഉപകാരപ്രദമായ വെളിച്ചം കൊടുക്കുന്ന ആളുകളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വലുതാക്കാന്നോ, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. സമ്പാദിക്കുന്നത് നല്ലതാണ്, ഹലാലായ സമ്പാദ്യം എത്രയുണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങളെ കൂട്ടത്തിൽ ബിസിനസ് ഓറിയന്റേഷൻ ആളുകൾ ഉണ്ടാവും, അവരതന്നെ ചെയ്യണം. അവര് CA QA എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ ഫാമിലി ബിസിനസ് ആരാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ബിസിനസ് ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ഇവിടെ ഏതെങ്കിലും വാഫി കോളേജിൽ വല്ല ലൈബ്രറി പ്രൊജക്ട് വരുമ്പോൾ 1 കോടിയൊക്കെ എടുത്ത് വീശണം, നിങ്ങൾക്കല്ലേ പറ്റുള്ളൂ. സാധാ ജ്വല്ലറി മുതലാളിക്ക് ആ ലൈബ്രറിന്റെ വാല്യൂ മനസ്സിലാവോ? നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഒരു ലൈബ്രറിന്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് ഒരു വാഫിക്ക് മനസ്സിലാവൂലേ? അതൊരു സാധാരണ ജ്വല്ലറി മുതലാളിക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പൊ നിങ്ങൾ പണക്കാരാവരുതെന്നോ നിങ്ങൾ പിന്നെ പണം സമ്പാദിക്കരുതെന്നോ ഒന്നും അല്ല പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? അത് ജനോപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. സമ്പാദ്യം അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ഇനി ഞങ്ങൾ അങ്ങനെ സമ്പാദ്യത്തിന് പിന്നാലെ പോയിട്ട് എന്തെങ്കിലും ആവാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കിട്ടും തോറും നിങ്ങൾക്ക് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തികയില്ല. നമ്മളെ യൂസഫ് അലി സാഹിബ്, മൂപ്പർക്ക് ഒരു വർഷം 2000 കോടി ലാഭമുണ്ട് സങ്കല്പിക്കുക. മൂപ്പർക്ക് അത് തികയണില്ല എന്ന് വെക്കുക. നമ്മള് മൂപ്പരെന്ത് വ്യത്യാസം? മൂപ്പര് അടുത്ത് അതെങ്ങനെ 4000 ആക്കാം, എങ്ങനെ 8000 ആക്കാന്ന് ചിന്തിച്ച് ആകെ ടെൻഷനായി, ഉറക്കൊക്കെ പോയി. പിന്നെ എന്താ അർത്ഥം ഇതിനുള്ളത്? എടാ, കയ്യിലുള്ളത് എൻജോയ് ചെയ്യാൻ പറ്റണ്ടേ?
ഇതാണ് ജീവിതത്തിന്റെ അവസ്ഥ. നിങ്ങൾക്ക് തോന്നും ഇതിങ്ങനെ ക്രിഞ്ച് മറ്റേ എന്താ വെറുതെ ഇങ്ങനെ തള്ളു. അല്ല കുട്ടികളെ, നിങ്ങളെ പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മളും വന്നിക്കണത്. അത് കഴിഞ്ഞ് 10-12 കൊല്ലം ഇപ്പൊ കഴിഞ്ഞ്. എന്താണ് ലൈഫ് എന്ന് കണ്ട് വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണത്. നിങ്ങൾ ഒരു ഇല്യൂഷന്റെ പിന്നാലെയും പോകരുത്. നിങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങളെ പിന്നാലെ പോകാവൂ. ഉമ്മാന്റെ വാള പണയം വെച്ചിട്ട് 1 ലക്ഷം, കൂട്ടുകാരുടെ അടുത്ത് അളിയന്റെ അടുത്ത് നിന്ന് 50,000, മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് 20,000, ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ട്രേഡിംഗ് കമ്പനിയിലിട്ട് അതാണ്ട് പോയി ഗുദാഹവ. ഓ പൈസക്കാരനാവാൻ നോക്കിയതാ പെട്ടെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 ലക്ഷം കൊടുത്താൽ മാസത്തിന് 10,000 കിട്ടണ ഒരു ബിസിനസ് ഇവിടെ ഇല്ല. കിട്ടും. പിന്നെ എങ്ങനെ? അബുല്ലസന്റെ അടുത്ത് 10,000, മിൻഹാജിന്റെ അടുത്ത് 10,000, അവിടുന്ന് 10,000, ഇവിടുന്ന് എല്ലാ ഒരു 100 ആളടുത്ത് 10,000 വാങ്ങിയിട്ട് ഒരു ക്രിസ്റ്റേ കണ്ട് ഇറക്കുക. അപ്പൊ ആൾക്കാർ കരുതും ചെക്കൻ സെറ്റിൽ ആയിക്കണ്. എന്നിട്ട് അവസാനം ചേരുന്ന ആൾക്കാരുടെ അടുത്ത് വാങ്ങിയിട്ട് ആദ്യം ചേരുന്ന ആൾക്കാർക്ക് ലാഭം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? പിന്നെയും ഒരു 100 ആള് ചേരും. ആ 100 ആള് തരുന്ന 10,000 എടുത്തിട്ട് ആദ്യത്തെ ആൾക്കാർക്ക് ലാഭം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലാതെ കുട്ടികളെ ലോകത്ത് ഒരു ബിസിനസ്സും 1 ലക്ഷം ഇട്ടാല് മാസം 10,000 കിട്ടണില്ല. ഫ്ലക്ച്വേറ്റഡ് ആണ്. ചിലപ്പോൾ കിട്ടിയെന്ന് വരും സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ, പക്ഷെ പിന്നെ ചിലപ്പോൾ തീരെ കിട്ടിയില്ല എന്ന് വരും. മാസം 10,000 തരാന്ന് പറഞ്ഞിട്ട് 1 ലക്ഷമൊക്കെ വാങ്ങും. ദയവ് ചെയ്ത് നിങ്ങൾ അതിന് നിൽക്കരുത്. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ പൊലിഞ്ഞു പോകുന്ന എത്ര ജീവിതങ്ങളാണ്, എത്ര ആളുടെ സ്വപ്നങ്ങളാണ്, എത്ര ആളുകളുടെ പൈസയാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ അനാവശ്യമായ ഒരു ഇല്യൂഷന്റെ പിന്നാലെ നിങ്ങൾ പോരുത്. നിങ്ങൾ മിടുക്കന്മാരാണ്. നിങ്ങളെ സ്കില്ല് നിങ്ങൾ കണ്ടെത്തുകയും അത് പരിപോഷിപ്പിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒരു പ്രത്യേക തരം ട്രാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. നിങ്ങൾ ആർട്ട് ഫെസ്റ്റിനുള്ള എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ആർട്സ് ഫെസ്റ്റുകൾ വരുമ്പോഴാണ് കുറെ ആളുകളെ കഴിവ് പ്രകടാവല്. ഇതിനൊക്കെ പറ്റുമോ എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന ഒരു സമയമാണ് ഈ ആർട്സ് ഫെസ്റ്റ്. അപ്പൊ അതൊക്കെ കൃത്യമായി ഉപയോഗിക്കുക. സ്റ്റേജ് ഫിയർ ഉള്ളവരൊക്കെ കരുതി കൂട്ടി സ്റ്റേജ് മേക്ക് കയറുക. ഇപ്പൊ കയറിയില്ലേ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അവസരം കിട്ടൂല. ഇപ്പൊ നിങ്ങളെ കളിയാക്കാണ് നിങ്ങളെ ഫ്രണ്ട്സ് മാത്രമേ കളിയാക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നാട്ടുകാർ മൊത്തം കളിയാക്കും. ഇപ്പൊ 4 ആള് കളിയാക്കിയാലും വേണ്ടില്ല, എന്റെ സ്റ്റേജ് ഫിയർ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് കയറി ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്നേ. 4 ആള് കൂക്കുകയും ചെയ്യും. 2ാം വട്ടം പിറ്റത്തെ കൊല്ലം കയറുമ്പോ ആരും കൂക്കൂല. ഓൻ പാടുന്ന ബാക്കിയുള്ളവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളെ ഇൻഹിബിഷൻ മാറ്റുക, സ്റ്റേജ് ഫിയർ ഒഴിവാക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക. ഇവിടുന്ന് എന്തെങ്കിലും ന്യൂനതകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉസ്താമാരും നിങ്ങളെ ഫ്രണ്ട്സും മാത്രമേ അറിയുള്ളൂ. പുറത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടൂല. ആ ചങ്ങായിക്ക് ഒന്നിനും പറ്റാന്നാ പറയാ. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ മുഖ്യാതിഥി ഉസ്താദ് റഷീദ് ഹുദവി, കോളേജ് പ്രിൻസിപ്പൽ, യൂണിയൻ ഡയറക്ടർ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് നമ്മുടെ ഗസ്റ്റ് ഇന്ന് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട ആ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ടുള്ള, നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാഴ്ചപ്പാടിന് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു നൽകുകയുണ്ടായി. ജീവിതത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് അദ്ദേഹം മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കണ്ടുകൊണ്ടും തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ കൊണ്ടൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. ജീവിതം എന്ന യാഥാർത്ഥ്യത്തില് നമ്മൾ ഓരോരുത്തരും സംതൃപ്തനാകുന്നത് എപ്പോഴാണോ അതിലൊരു സംതൃപ്തി നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ള സമയത്താണ്. ഞാനിതിൽ സംതൃപ്തനാണ് എന്ന് നാം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ
നാം കരുതുന്ന ആ നിമിഷം മാത്രമാണ് നമ്മൾ അതിൽ സംതൃപ്തി കണ്ടെത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തുണ്ടാക്കുകയോ പണം 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 എന്ന ലക്ഷ്യത്തിൽ മാത്രം ജീവിതം നശിപ്പിച്ചു കളയുകയോ അല്ലെങ്കിൽ ജീവിച്ചു തീർക്കുകയോ ചെയ്യുന്നതിലുപരി നമ്മളെ സംബന്ധിച്ച് അല്ലാഹു തആല നൽകിയ പ്രത്യേകം ചില നിയോഗങ്ങളുണ്ട്. അത് മനസ്സിലാക്കി ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ അർപ്പിതമാക്കപ്പെട്ട കർത്തവ്യം ഈ വേദിക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. മനോഹരമായ ഒരു വീക്ഷണം കഥകളെ കൊണ്ടും അനുഭവങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് മുൻപിലേക്ക് അതിമനോഹരമായി അവതരിപ്പിച്ചു തന്ന ഉസ്താദ് റഷീദ് ഹുദവിയെ അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ, യൂണിയൻ ഡയറക്ടർ, മറ്റു ഉസ്താദുമാർ എല്ലാവർക്കും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഈ വേദിയെ തുറന്നു വെച്ച മനസ്സോടുകൂടി കേട്ട എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എന്റെയും യൂണിയന്റെയും ഫെസ്റ്റ് കമ്മിറ്റിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.